രാവിലെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോൾ വീട്ടുമുറ്റത്ത് കാട്ടാനക്കൂട്ടം. പത്തനംതിട്ട മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വട്ടത്തറയിലാണ് ഈ സംഭവം നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടുമുറ്റത്താണ്. നമുക്ക് ആനപ്പിണ്ടം കാണാൻ സാധിക്കും. ഈ ഭാഗത്തെല്ലാം വീടിൻ്റെ ആ പരിസരം, ആ ഭാഗം വരെ ആനപ്പിണ്ടം കിടക്കുകയാണ്. ഇത് വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. നിരവധി നാളുകളായി ഇവിടെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ശല്യമുണ്ട്. കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു. ഇപ്പോൾ ഈ വീട്ടുകാരും ഈ പരിസരത്തുള്ള ആളുകളുമെല്ലാം ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ കഴിയുന്നത്. ഇപ്പോൾ RRT സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥിരമായി പട്രോളിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ എത്ര ആനകളാണ് ഇവിടെ വന്നത്? ഇന്നലെ 9 ആനകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ആനപ്പിണ്ടം ഇവിടെ കിടക്കുന്നുണ്ട്. ഈ പരിസരത്ത് കൂടിയാണ് പോയത്. 6 മണിക്ക് ഇവിടെ വന്നതാണിത്. 6 മണിക്ക് ഇവിടെ വന്നതാണ് ഈ ആന വന്നിട്ട് കഴിഞ്ഞ് കയറി പോയേക്കുന്നത്. അപ്പം വെളുപ്പിനെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ടോ? കൃഷിനാശം ഉണ്ട്. ഇന്നലെ ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ് ആനയുടെ മുന്നിൽ നിന്ന്. എന്താ സംഭവിച്ചത്? ഇന്നലെ ഞാനൊരു 9 മണിയായപ്പം തിരുവല്ലയ്ക്ക് പോകാനെക്കൊണ്ട് വണ്ടിയെടുത്ത് കയറി വന്നതാണ്. അന്നേരം കയറിയത് ആനയുടെ മുന്നിലോട്ട്. ഈ മഴയും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കാണാനും പറ്റിയില്ല. ഇതുവഴി സഞ്ചരിക്കുന്നതിൻ്റെ ആളുകൾക്ക് ഭയമുണ്ടല്ലേ പകൽ പോലും കാട്ടാനക്കൂട്ടം ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട്? ഇന്നാണ് ഇത്രയും പകലായിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പം ഒരു 6 മണി സമയത്താണ് ക്രോസ് ചെയ്തേക്കുന്ന റോഡ്. ആ റോഡിൽ കൂടെ തന്നെ ആനകൾ, ഈ കുട്ടികളെല്ലാം ട്യൂഷന് പോകുന്നേക്കെ രാവിലെ. അപ്പം ആ സമയത്ത് ഇപ്പം ഇന്ന് രാവിലെ വന്നേക്കുന്നത്. കാട്ടാനക്കൂട്ടം ഈ വഴിയിൽ കൂടി കടന്ന് എങ്ങോട്ടേക്കാണ് പോയത്? താഴോട്ട് ഞാൻ വെട്ടുന്ന റബ്ബറായത്. ഇറങ്ങിയപ്പോൾ ആനയെ കണ്ടു. ഞങ്ങൾ രണ്ടോ ഇവിടെ താഴെ മേളിലോട്ട് വെട്ടുന്നത്. ഇപ്പോൾ എങ്ങനെ നിങ്ങൾ രാവിലെയാണോ അപ്പം വെട്ടിറങ്ങുന്നത്? നേരത്തെ പുലർച്ചെയായിരുന്നല്ലോ. രാവിലെ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ 7 മണി ആയിട്ടും ആന പോയിട്ടില്ല. അങ്ങനെ നിൽക്കുമായിരുന്നു. ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഇത് പ്രശ്നമാണ്. പ്രശ്നം 7 മണിയായപ്പോൾ ഞാൻ ഇതിലേ പോകുന്നു വെട്ടാൻ. അന്നേരം ആന ഇതിലൂടെ ഇറങ്ങിപ്പോയി. ഞാൻ പിന്നെ തിരിച്ചു പോയി. ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു പോയി, രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ ആനയുടെ മുന്നിൽ ചെന്ന് അകപ്പെട്ടേനെ. ഇപ്പോൾ എനിക്ക് തൊട്ടുപുറകിൽ കാണാൻ സാധിക്കും, മീറ്ററുകൾ മാത്രം മാറിയാണ് ആ വീടുള്ളത്. ഇവരുടെ വീട്ടിലേക്കുള്ള ആ വഴിയിൽ കൂടിയാണ് കാട്ടാനക്കൂട്ടം കടന്നു പോയത്. 6ലധികം കാട്ടാനകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ കണ്ടവർ പറയുന്നത്. പലരും തലനാരിഴയ്ക്കാണ് ഇന്നലെ രാത്രിയൊക്കെ രക്ഷപ്പെട്ടത്. RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാട്ടാനക്കൂട്ടം ഈ ഭാഗത്തു നിന്നും അല്പം ദൂരേക്ക് മാറിപ്പോയി എന്നാണ് പറയുന്നത്. കൃഷിക്കാർ കൂടുതൽ താമസിക്കുന്ന ഇടം കൂടിയാണ്. കൃഷി വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യം എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഇതിന് ശാശ്വതമായൊരു പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കാരണം വനമേഖലയിലൊക്കെ ഫെൻസിങ് ഇടാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ കിടങ്ങുകൾ കുഴിച്ച് അതിനെ അവിടെ തന്നെ നിർത്താനുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. സ്ഥിരമായി കാട്ടാന ഈ ഭാഗത്ത് ഇറങ്ങുന്നുണ്ട്. എത്രമാത്രം നിങ്ങൾക്കിത് പ്രശ്നമാണ്? രാവിലെ 6:30 ആയപ്പോൾ അതുവഴി എന്നെ വിളിച്ചടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, ആന അതുവഴി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ വഴിയൊക്കെ തൂക്കാൻ ഞാൻ രാവിലെ ഇറങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ എല്ലാം ഞാൻ ആന അതുവഴി അങ്ങോട്ട് പോയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ പേടിച്ചിട്ട്, അതും ഇവിടെയും പെണ്ണുങ്ങൾ തന്നെയുള്ളൂ, വയ്യാത്ത അമ്മയാണ്. ഒരു വണ്ടി വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ വിളിച്ചാൽ വരത്തില്ല. അതുവഴി വരാനേ വണ്ടിക്കാർക്കും ഭയമാണ്. ആന നടുക്ക് റോഡിൽ നിന്നാൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. പേടിയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഇന്നൊന്നും തുടങ്ങിയതല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പേ വരുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേൽവശത്തായിട്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു 6 മാസത്തിനകത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടറമ്പി വന്നൊരു ആന ഇതുപോലെ അനങ്ങാതെ നിൽക്കുക. അപ്പം എൻ്റെ മക്കൾ 2 പേരും ഇവിടെ ഇല്ല, ഞങ്ങൾ തന്നെയുള്ളൂ. അന്ന് 2 പേരും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ വെളിയിലിറങ്ങി ലൈറ്റ് അടിച്ച് നോക്കിയപ്പം പെരയ്ക്കകത്ത് നിന്നൊരു അനക്കം കേട്ടപ്പം ഇവിടെ നിന്നൊന്ന് വാ വെച്ചണക്കൊന്നും അത് ചാടിയില്ല. അത് കഴിഞ്ഞ് അവർ ലൈറ്റ് എടുത്ത് വെളിയിലിറങ്ങി നോക്കിയണക്കെ അനങ്ങിയില്ല. അപ്പം ഈ ആന അവിടെ തന്നെ അനങ്ങാതെ നിൽക്കുക. അത് കഴിഞ്ഞ് ഇവർ റോഡേ കൂടെ താഴോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചപ്പം അപ്പോഴാണ് അത് പോകുന്നത്. അതുവരെ 2 എണ്ണോ മറ്റോ ഉണ്ടായിരുന്നു അന്നേരം. ഇന്നിപ്പോൾ ഒരു 9 ആനയായിരുന്നെന്ന്. 9 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ പിണ്ടമൊക്കെ ഉണ്ട്. അവിടെ വഴിയിൽ, ഇവിടെ ഈ വഴി തന്നെ കിടപ്പുണ്ടല്ലോ പിണ്ടം. അതും പിന്നെ അപ്പോൾ ഈ റോഡ് ഈ റബ്ബറിനകത്തെങ്ങാണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. ചിലപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാനും പേടിയാണ്. ഞങ്ങൾക്കന്നേ പശുക്കളും ഒക്കെ ഉണ്ട്, അഴിച്ചു കെട്ടാനും ഒക്കെ പോകേണ്ടുന്നതാണ്. അപ്പം ഞങ്ങൾ അതും പേടിയോടെ ഞങ്ങൾ അതിനെ തീറ്റാനൊക്കെ പോകുന്നത്. അങ്ങനെ സന്ധ്യയായാൽ ഒട്ടുമേ പറ്റത്തില്ല. അയ്യോ, ഞങ്ങൾ ഈ ജീവൻ പണയം വെച്ചാൽ സത്യം പറഞ്ഞാൽ പേടിച്ചാ ഞങ്ങൾ കഴിയുന്നത് ഇവിടെ. പോണം പല കാര്യങ്ങൾക്ക് പോകണം. പക്ഷെ പറ്റുന്നില്ല. പേടിയാ. ഇപ്പം ഈ മഴയോടായ പിന്നെ പറ്റത്തേ ഇല്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പകൽ രാവിലെ അല്ലയോ വന്നേ. ഒരിക്കലും ഞാനൊരു 6 മണിയാകുമ്പോഴാണ് എന്നും ഇവിടെ തൂക്കാൻ പോകുന്നേ. അപ്പൊ ഇന്ന് താമസിച്ചു പോയി എഴുന്നേക്കാൻ. അപ്പോഴാ വിളിച്ച് പറഞ്ഞ ഇറങ്ങല്ലേ, ആന ഇവിടെ ഉണ്ട് എന്ന്. കണ്ടവര് 9 എണ്ണം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫെൻസിംഗ് സ്ഥാപിക്കണം. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പട്രോളിംഗ് തുടരണം. അങ്ങനെയെങ്കിൽ മാത്രമേ കാട്ടാന ശല്യത്തിൽ നിന്നും പ്രദേശവാസികൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്.
വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.